ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സ്വന്തമായിട്ടൊരു ബ്ലൗസ് തയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവരുദ്ദേശിക്കുന്നതിനപ്പുറം ബ്ലൗസ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാനുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലും പറയുന്നത്. അപ്പോൾ തമ്പനിയിൽ കാണിച്ച ബ്ലൗസിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ, നമ്മുടെ തയ്ക്കുന്ന ബ്ലൗസിനൊന്നും അങ്ങനെ വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം. അപ്പോൾ ശരീരത്തിൽ നിന്ന് അളവെടുത്ത് ബ്ലൗസ് കട്ട് ചെയ്യുന്ന രീതിയാണ്. ഇതിൽ അളവുകളെല്ലാം എഴുതി കാണിക്കാം. നിങ്ങൾ അളവ് എന്തായാലും, അളവ് എത്രയൊക്കെ മാറി മറിഞ്ഞ് കൂടിയും കുറഞ്ഞും ഒക്കെ വന്നാലും നമുക്ക് ബ്ലൗസ് കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്ന മെത്തേഡിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ ബ്ലൗസിൻ്റെ ഫ്രണ്ടും ബാക്കുമാണിത്. അതിൻ്റെ ഷോൾഡർ കറക്റ്റ് സെയിമായിട്ട് വെച്ചിട്ടും ഇറക്കം തമ്മിൽ ഇത്ര വ്യത്യാസം, ഒരു 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഇത് തമ്മിൽ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്ത് ഇങ്ങനെ വന്ന 2.5 ഇഞ്ചൊക്കെ അല്ലേ? അത് നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആളിൻ്റെ ഫ്രണ്ടിൻ്റെ സൈസ് എത്രയെന്നനുസരിച്ചാണ് വണ്ണം, അവരുടെ ഹൈറ്റ്, അവരുടെ ഇന്നർ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഷോൾഡർ മുതൽ പോയിൻ്റ് വരെയുള്ള ഈ ഒരു വ്യത്യാസം വരും. അതെല്ലാം കറക്റ്റ്, അവർക്ക് ഫ്രണ്ടിന് കറക്റ്റ് ആവാനുള്ളതായിരിക്കണം ഫ്രണ്ട് പീസ്. ഇതിൻ്റെ അളവ് തീരുമാനിക്കുന്നത് അവരുടെ ശരീരത്തിലെ അളവ് വെച്ച് നമ്മളാണിത് എത്ര വേണമെന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് ഇറക്കം. ഇപ്പം ഇവിടെ നോക്കിയേ, ബാക്ക് അവർ 1 ഇഞ്ചും കൂടി കുറച്ച് മതിയായിരുന്നെങ്കിൽ ഫ്രണ്ട് ഇറങ്ങി നിൽക്കത്തില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും. അങ്ങനെ കുറയത്തില്ല, അങ്ങനെ കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരൊരു 13 ഇഞ്ച് ഇറക്കം മതി ബ്ലൗസിന് എന്ന് പറഞ്ഞെങ്കിൽ, ഈ ബ്ലൗസിന് 14 ഇഞ്ചാണേ. ഈ ബ്ലൗസിൻ്റെ ഇറക്കം 14 ഇഞ്ചാണ്. നമ്മൾ 1 ഇഞ്ച് തുമ്പ് ചേർത്ത് 15 ഇഞ്ചിട്ടാണ് ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ബാക്ക് പാർട്ട്. അപ്പോൾ അവർ 13 ഇഞ്ച് മതി എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഈ അളവ് തെറ്റത്തില്ലേ? അപ്പോൾ അവരല്ല തീരുമാനിക്കുന്നത്, അപ്പോൾ ബാക്കിൻ്റെ ഇറക്കം നമ്മളാണ് തീരുമാനിക്കുന്നത്. എന്നാൽ മാത്രമേ ഫ്രണ്ട് അവർക്ക് കറക്റ്റ് ആവും. ഇനി അവരൊരു 11 ഇഞ്ച് ഇറക്കം മതി എന്നാണ് പറഞ്ഞെങ്കിൽ അവർക്ക് ബ്ലൗസ് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം ഇപ്പോൾ ബ്ലൗസിന് ആവശ്യത്തിനുള്ള ഇറക്കം ഉണ്ടായിരിക്കണം എന്ന് വെച്ച് ഫ്രണ്ടിന് ഓവറായിട്ട് ഇറക്കം കൂട്ടരുത്. നമ്മൾ തമ്പനയിൽ കണ്ട പ്രോബ്ലം ഒന്ന് നോക്കിയേ. തമ്പനിയിൽ ബ്ലൗസിൻ്റെ ബാക്ക് ഇറക്കം കൂടുന്നത് പ്രശ്നമില്ല, പക്ഷെ അതിനനുസരിച്ച് ഫ്രണ്ടും കൂടി ഇറക്കി കൊടുത്താൽ വരുന്ന പ്രശ്നമാണ് ആ കാണുന്നത്. അപ്പം നമുക്ക് ഫ്രണ്ടിന് ആവശ്യത്തിനുള്ള ഇറക്കമായിരിക്കണം. അതിൻ്റെ ഓരോ അളവും, ഈ വരച്ചിരിക്കുന്ന ഓരോ അളവിൻ്റെ അളവുകളും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഫസ്റ്റ് പാർട്ടൊന്ന് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും ബിഗിനേഴ്സായിട്ടുള്ളവർക്ക് നല്ലത്. ഈ വീഡിയോയിൽ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രണ്ടിന് കറക്റ്റ് ആവശ്യത്തിനുള്ള വണ്ണവും ഇറക്കവും കറക്റ്റ് ചെയ്താണ് ഈ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചെറിയ വ്യത്യാസത്തിൽ ബാൻഡ് എങ്ങനെ കട്ട് ചെയ്യാം നമുക്കിപ്പോൾ ആദ്യം അത് നോക്കാം. അതിനുശേഷം ഓരോ കാര്യങ്ങളായിട്ട് പഠിക്കാം നമുക്ക്. 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസം മാത്രമേ ഇവിടെ ഫ്രണ്ടും ബാക്കും തമ്മിൽ ഉള്ളൂ. അപ്പോൾ അത് തന്നെ, ആ ഒരു അളവ് തന്നെ ഞാൻ എടുത്തതാണ്. നിങ്ങൾ ഇത് മനസ്സിലാക്കണം. ബാൻഡ് കട്ടിങ് തോന്നുന്ന പോലെ വെട്ടിയാൽ ബ്ലൗസ് കുളവും. ബാൻഡ് കട്ടിങ് മാത്രമല്ല, ആ ഈ ഫ്രണ്ട് പീസ് ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ 2.5 ഇഞ്ച് മുകളിലോട്ടാക്കി കട്ട് ചെയ്ത ഫ്രണ്ട് ശരിയാവില്ല. അപ്പോൾ ബാക്ക് ഒരു 17 ഇഞ്ച് ബ്ലൗസിൻ്റെ ബാക്ക് ഇറങ്ങുകയാണെങ്കിൽ ഫ്രണ്ടും നിങ്ങൾ അതിനനുസരിച്ചാണ് ബാക്ക് വെച്ചാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഫ്രണ്ട് കറക്റ്റ് ആവത്തില്ല. ആ ബ്ലൗസ് നിൽക്കുന്ന കണ്ടില്ലേ തമ്പനിയിൽ, മൊത്തത്തിൽ അളവ് മാറും. പിന്നെ നമ്മൾ സൈഡ് വണ്ണം അടിച്ച് കുറയ്ക്കാം. വണ്ണം അടിച്ച് കുറച്ച് വണ്ണം കറക്റ്റാവും. മുകളിൽ അധികം ഉള്ളതെല്ലാം കൂടി മുകളിൽ ഫ്രണ്ടിലും ബാക്കിലും ഇങ്ങനെ വന്ന് കിടക്കും, പ്ലീറ്റ് പോലെ വന്ന് കിടക്കും. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുമ്പം ബാക്കിന് ഒപ്പം ഇങ്ങനെ വന്ന് നിന്നാൽ ബാക്കിന് 1 ഇഞ്ചും കൂടെ ഇറക്കം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ബാക്ക് ഇറക്കം കൂട്ടാം. അപ്പോൾ ഇങ്ങനെ ഇറക്കം ഇങ്ങനെ വന്ന് നിന്നാൽ നിങ്ങൾ വെട്ടിയ ബ്ലൗസ് തെറ്റൊന്നുമല്ല. ഇങ്ങനെ നിന്നാൽ നമുക്ക് ബാൻഡ് കറക്റ്റായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബാൻഡ് കട്ടിങ് എങ്ങനെയെന്ന് കറക്റ്റായിട്ട് പറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഏത് സൈസുള്ളവർക്കായാലും പ്രശ്നമില്ല. ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ സെയിം ആയിട്ട് വെക്കണം. ഷോൾഡർ ഭാഗം രണ്ടും സെയിം ആയിട്ട് ഇതുപോലെ വെക്കണം. ഇതുപോലെ സെയിം ആയിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഈ ടക്ക് എടുക്കണം. തുടക്കക്കാർ ആദ്യം ഈ ടക്ക് അങ്ങ് പിടിച്ചതിന് ശേഷം ബാൻഡ് എടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പിടിക്കും, ടക്കിൽ ഇങ്ങനെ ഒന്ന് പിടിച്ച് അതിങ്ങനെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഈ സൈഡിലുള്ളത് എടുക്കാം. ഈ സൈഡിൽ എത്രയുണ്ടെന്ന് നോക്കാം. ഇവിടെ തൊട്ടാണ്, ഈ അറ്റം തൊട്ടാണ് ബാക്കിൻ്റെ ഈ ലെവൽ വരെ എത്രയും നോക്കാം.
ഒരു 2.25 ഇഞ്ചാണുള്ളത്. അപ്പോൾ ഈ 2.25 നമ്മളിതാ ഇതുപോലെ ഒരു പീസ്, നമ്മൾ ബ്ലൗസ് വെട്ടിയതിൻ്റെ ബാക്ക് പീസാണ്, സ്ലീവ് കട്ട് ചെയ്തിട്ടില്ല. ഈ സൈഡിൽ നിന്നൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്കിവിടെ 2.25 കണ്ടത്, അതിൻ്റെ കൂടെ നമുക്കൊരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ചും കൂടെ കൂട്ടാം. ഇപ്പോൾ 2.25ൻ്റെ കൂടെ 1/4 ഇഞ്ചും കൂടെ കൂട്ടുമ്പോൾ 3.5 ഇഞ്ച്. 3.5 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ബാൻഡ് കട്ട് ചെയ്യുമ്പം ഈ ബാൻഡ് പീസ് സ്വല്പം അധികം ഇട്ട് കട്ട് ചെയ്തെന്ന് പറഞ്ഞ് ഒരു പ്രശ്നവുമില്ല. കറക്റ്റ് അളവിൽ നിന്നും 3/4 ഇഞ്ചും കൂടെയാണ് നമ്മളിവിടെ കൂട്ടിയത്. നമുക്കിതിനെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി അളവുകൾ നോക്കാം. ഇനി ഇതാണ്ട് ഈ ടക്ക് പിടിച്ചതിന് ശേഷം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പം ഈ ഫ്രണ്ട് പാർട്ട് നമ്മുടെ ശരീര ഷേപ്പിനനുസരിച്ച് ഇങ്ങനെ ഉയർന്നല്ലേ നിൽക്കുന്നത്. ഉയർന്ന് ഇങ്ങനെ വെക്കണം. ടക്ക് എടുത്തതിന് ശേഷം എടുത്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഷോൾഡർ ഇവിടെ മാറിപ്പോകരുത്, ഇവിടെ സെയിം ആയിട്ട് അങ്ങനെ തന്നെ വെച്ചേക്കണം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാമല്ലേ. ഈ 2 ഇഞ്ചാണുള്ളത്. ഈ 2 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് ഇനി 3/4 ഇഞ്ചും കൂടെ കൂട്ടാം. ഇവിടെ തയ്യൽ തുമ്പ് 3/4 ഇഞ്ച് എടുത്തത് കൊണ്ട് നമ്മൾ ഇവിടെ 3/4 ഇഞ്ച് തന്നെ എടുക്കണം. ഈ ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുക്കാം. 2 ഇഞ്ചല്ലേ, 2.25. ഈ ഫ്രണ്ടിൽ പട്ട വരുന്ന ഭാഗത്ത് ഇവിടെ നമുക്ക് 2.25 ആയിരുന്നു. നമ്മൾ 3/4 ഇഞ്ച് കൂടെ കൂട്ടി 3.5 എടുത്ത് ഇവിടെ നമുക്ക് 2 ഇഞ്ചായിരുന്നു. അപ്പോൾ നമ്മൾ 2.25 എടുത്ത് ഈ സൈഡും സെയിം ആയിട്ട് ഇവിടെ ഇങ്ങനെ സെയിം ആയിരിക്കണേ. ഇങ്ങോട്ട് കറക്റ്റ് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ നോക്കാം. ഇവിടെ 2.25 2.25 കൂടി നമുക്ക് ഇവിടെ 3/4 ഇഞ്ച് കൂട്ടുമ്പോൾ 3 ഇഞ്ച്. അപ്പോൾ നമുക്കിവിടെ ഇനി നമുക്കിതിൻ്റെ ആവശ്യം തൽക്കാലമില്ല. ഇതാ ഇവിടെ 3 ഇഞ്ച് 3 ഇഞ്ചാണ് ഈ അറ്റത്ത്. ഇനി നമുക്ക് ഈ ലെങ്ത് എടുക്കണമെങ്കിൽ നമുക്കിവിടെ എടുക്കാം. ബ്ലൗസിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ എടുത്ത വണ്ണം ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ വേസ്റ്റ് വണ്ണം 34, അതിൻ്റെ 4 ഭാഗം 8.5, 8.5യുടെ കൂടെ തയ്യൽ തുമ്പ്, അതാണ് നമുക്കിവിടെ വേണ്ടത്. അതിൻ്റെ കൂടെ നമുക്കൊരല്പം 1/2 ഇഞ്ച് 3/4 ഇഞ്ചും കൂടെ അധികം എക്സ്ട്രാ കൊടുത്ത് നമ്മൾ ബാൻഡ് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഈ നീളത്തിൻ്റെ കാര്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് നമ്മളിത് ഈ ടക്കൊക്കെ പിടിച്ച് വരുമ്പോൾ ഇത്തിരി തുമ്പിൽ ചെറിയ വ്യത്യാസം വന്നാൽ നമ്മൾ ബാൻഡുമായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് ബാൻഡ് ഇതുപോലെ അധികം കിടന്നാൽ പിന്നെ നമ്മൾ ഇത് വെട്ടിക്കളഞ്ഞാൽ തെറ്റൂലേ കാര്യം. അപ്പോൾ ബാൻഡ് ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ നിൽക്കണമെങ്കിൽ നമ്മൾ കുറച്ച് അധികം കൂടി കട്ട് ചെയ്യാം. പിന്നെ ബാൻഡ് അധികം ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അതേസമയത്ത് ബോഡി പാർട്ട് കട്ടായി പോവരുത്. ഇതാണ് ബോഡി പാർട്ട്, ഇത് കട്ടായി പോവരുത്. അപ്പോൾ നമുക്കിവിടെ എത്രയാണ് 8.5യുടെ കൂടെ തയ്യൽ തുമ്പ് കൂടെ കൂട്ടുമ്പം 10.5 ഇഞ്ച്. 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ്, അപ്പോൾ 10.5 ഇഞ്ച്. അപ്പോൾ 10.5 ഇഞ്ചിൻ്റെ കൂടെ നമുക്കൊരു ഈ പറഞ്ഞ എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ചും കൂടി എടുക്കാം. 10.5യുടെ കൂടെ 1/2 ഇഞ്ചും കൂടി എടുക്കുമ്പോൾ 11 ഇഞ്ച്. 8.5 + 2 ഇഞ്ച് + 1/2 ഇഞ്ച് 11 ഇഞ്ച്. അപ്പോൾ നമുക്കിവിടെ 11 ഇഞ്ച് എടുക്കാം. 11 ഇഞ്ച്. ബാൻഡിന് വലിയ കർവ് ഷേപ്പൊന്നും വേണ്ട. ഇത് നമുക്ക് ഇത്രയേ ഉള്ളൂ, ഇതിങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്കും തമ്മിൽ ഇത്ര വ്യത്യാസമേ ഉള്ളെന്ന് വെച്ച് നമുക്കത് വെട്ടിയത് തെറ്റൊന്നുമല്ല. അപ്പോൾ അതാ കട്ടിങ് നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്യാം. ഏത് അളവായാലും നമുക്ക് ബാൻഡ് കട്ടിങ് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചരിഞ്ഞ് വെട്ടിയത് മനസ്സിലായില്ല എന്ന് പറഞ്ഞ്. ഇങ്ങനെ ബാക്ക് പീസിൽ ഇങ്ങനെ ചരിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളിവിടെ വണ്ണം മാർക്ക് ചെയ്ത, ബ്രസ്റ്റ് വണ്ണം മാർക്ക് ചെയ്ത ആ മാർക്കിങ്ങും ഇവിടെ നമുക്ക് വേസ്റ്റ് ഭാഗം എല്ലാവർക്കും അരവണ്ണം കുറവല്ലേ, ആ ഭാഗവും കൂടി ചേർന്നുള്ള വരയാണ് ഈ ചരിഞ്ഞ് വരുന്നത്. അപ്പോൾ ഈ ചരിഞ്ഞ് വരുന്നത് നമുക്ക് ഏറ്റവും വണ്ണം കൂടിയ ഭാഗമില്ലേ, നമ്മുടെ പോയിൻ്റ് ഭാഗം, അതിലേയും കൂടി അല്ലേ ഈ ചരിഞ്ഞ് പോകുന്നത്. അപ്പോൾ നമ്മളെ വണ്ണം ഇവിടെ കുറയല്ലേ.
ഇങ്ങനെ ഇവിടെ എത്താൻ വേണ്ടി തയ്യൽ ഇങ്ങനെ ചരിഞ്ഞ് വരുമ്പം ഈ ഭാഗത്ത് നമ്മുടെ കറക്റ്റ് പോയിന്റ് വരുന്ന ഭാഗത്താണ് വണ്ണം വേണ്ടത്. അവിടെയും കൂടെ വണ്ണം കുറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തപ്പം ഈ അരയിഞ്ചും കൂടെ ചേർത്ത് നമ്മളിവിടെ മാർക്ക് ചെയ്തത്. അതെല്ലാം കഴിഞ്ഞ വീഡിയോയിലുണ്ട്. കമൻറ്റ് വന്നതുകൊണ്ട് ഞാനതൊന്നും കൂടി പറഞ്ഞത്. മഞ്ജുവാണ് കമൻറ്റ് ഇട്ടത്. മഞ്ജു ക്ലിയറായ? പിന്നീട് ഇനി വേറൊരു കാര്യമുണ്ട്. ബാൻഡിൽ തന്നെ ഫ്രണ്ട് പട്ടയിൽ വരുന്ന ഭാഗം ബാൻഡിൽ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഈ വയറൊക്കെ ഒത്തിരി വയറുള്ളവർക്ക് ബ്ലൗസ് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇരിക്കുന്ന സമയത്ത് ഈ ഫ്രണ്ട് എല്ലാം കൂടി ഇങ്ങനെ ചുരുണ്ട് ഇങ്ങനെ ആവും. അപ്പോൾ അതവർക്ക് കറക്റ്റ് ശരീര ഷേപ്പുള്ള നമ്മൾ സ്ലിം ആയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള അവർക്കൊരു പ്രശ്നമില്ല. അപ്പം ഇങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു നീളം നമുക്ക് അവർക്കൊന്ന് കുറച്ച് കൊടുക്കാം. അത് നമ്മളെ ബ്ലൗസിനെ ബാധിക്കത്തില്ല കേട്ടോ. ഇവിടെ നമുക്ക് ഈ ഇറക്കം ഒരു 1/2 ഇഞ്ചോളം കുറയും. അപ്പോൾ നമ്മൾ ബ്ലൗസിൽ ബ്ലൗസ് ഇങ്ങനെ വയ്ക്കുമ്പോൾ നമ്മുടെ ബ്ലൗസ് ഇങ്ങനെ കറക്റ്റായിട്ടിരിക്കുമ്പോൾ ഈ ബാൻഡ് കൂടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ പട്ട വരുന്ന ഭാഗത്ത് ഒരു ശകലം കുറയും. അതിനൊരു പ്രശ്നമില്ല. അവർക്ക് ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വരുമ്പം ഇത്ര വ്യത്യാസമേ ഉള്ളൂ എന്ന് കണ്ടുകൊണ്ട് ഈ ബോഡി പാർട്ടിനെ അങ്ങ് ചെറുതാക്കി കളയരുത്. അതുപോലെ ബാക്ക് ഇറക്കം കൂടുതലാണെന്ന് കരുതി ബോഡി പാർട്ട് ഒരുപാട് അങ്ങ് വലുതാക്കുകയും ചെയ്യല്ലേ. പിന്നെ ബോഡി പാർട്ട് എന്നൊക്കെ ഞാൻ സ്ഥിരം കാണുന്നവർക്ക് അറിയാവുന്നതുകൊണ്ടൊക്കെ പറയുന്നതിന് ഇത് ഫ്രണ്ട് പീസിനെയാണ് ബോഡി പാർട്ട് എന്ന് പറയുന്നത്. ഷോൾഡർ മുതൽ ഇവിടെ വരെ നമുക്ക് പോയിന്റ് ലെങ്ത്, ഇത് ഷോൾഡർ മുതൽ ഇവിടം വരെ ബോഡി പാർട്ട് ഫുൾ ലെങ്ത്. ഇനി നമുക്ക് അതുപോലെ തന്നെ ബ്രസ്റ്റ് ഭാഗത്ത് വരുന്ന വണ്ണം പലർക്കും അറിയത്തില്ല. ബ്രസ്റ്റ് വണ്ണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വണ്ണം കൂടിയ ഭാഗത്ത് വരുന്ന വണ്ണമാണ്. അത് അറിഞ്ഞുകൂടാത്തവരുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്. ഏറ്റവും വണ്ണം കൂടിയ ഭാഗത്ത് വരുന്ന വണ്ണമാണ് ബ്രസ്റ്റ് വണ്ണം. അതുപോലെ നമ്മുടെ കൈക്കുഴി കക്ഷത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ബാക്കിൽ നിന്നേ ചുറ്റിയെടുക്കുന്ന വണ്ണമാണ് ചെസ്റ്റ് വണ്ണം. ഇതുപോലെ മൊത്തം 6 പീസ് വേണം. സ്ലീവ് കട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം.